വേനൽ മഴയുടെ ഇടവേളകളിൽ കേരളത്തിലെ തീരദേശ പ്രദേശങ്ങളിൽ ഈർപ്പമുള്ള ഉഷ്ണതരംഗങ്ങളുടെ ഭീഷണി വർദ്ധിക്കുകയാണ്. ഇപ്പോഴിതാ ഇത് സാധൂകരിക്കുന്ന പുതിയ ഒരു പഠനം കൂടി വന്നിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ വേനൽ കടുക്കുന്നത് എന്നുള്ളതാണ്. നമുക്കത് വിശദമായി പരിശോധിക്കാം. പൊള്ളുന്ന കേരളം, ഉയരുന്ന ഉഷ്ണതരംഗം. മൺസൂൺ ഇടവേളകളിൽ സംസ്ഥാനത്തെ തീരദേശ പ്രദേശങ്ങൾ വലിയ തോതിൽ ഉഷ്ണതരംഗ സാധ്യത നേരിടുന്നു എന്നാണ് പുതിയ പഠനം പറയുന്നത്. ആരോഗ്യ മേഖലയിലെ അടിയന്തര ഇടപെടലും മുൻകരുതലും ആവശ്യമുള്ള ഗൗരവകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് ഈ പുതിയൊരു പഠനമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ വേനൽ മഴയുടെ ഇടവേളകളിൽ ഉയരുന്ന ഉഷ്ണതരംഗം, അതാണ് പ്രധാന കാരണം. ആരോഗ്യ മേഖലയിൽ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഉഷ്ണതരംഗം കൂടുമ്പോൾ ആരോഗ്യ മേഖല ഇക്കാര്യം അറിയണം. അതിൽ അടിയന്തരമായ ഇടപെടലുകൾ മാത്രമല്ല മുൻകരുതലുകളും ആവശ്യമുണ്ട് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനം. ഇനി എന്തുകൊണ്ടാണ് ഈ ഉഷ്ണതരംഗം ഇത്തരത്തിൽ വർദ്ധിക്കുന്നത്, അല്ലെങ്കിൽ അത് ആരെയാണ് കൂടുതൽ ബാധിക്കുന്നത് എന്നുള്ളത് തീരദേശ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കാണ് കനത്ത ഭീഷണി എന്നുള്ളതാണ്. നമുക്കറിയാം, കേരളത്തിലെ 2 ജില്ലകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും ഒരു തീരദേശ പ്രദേശത്തോട് അടുത്ത് താമസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ ഇടുക്കിയും അതുപോലെ തന്നെ വയനാടും ഒഴിച്ചുള്ള ബാക്കി എല്ലാ ജില്ലകളിലും ഈ യെല്ലോ അലേർട്ട് ഉണ്ടാകുന്നു, ഉഷ്ണതരംഗം കൂടുതൽ എന്നുള്ള വാർത്തകൾ അല്ലെങ്കിൽ കാലാവസ്ഥ മുന്നറിയിപ്പ് വരുന്നത്. ഇത് പഠനം നടത്തിയിരിക്കുന്നത് ഇവിടെയെങ്ങും അല്ല, UK-യിലാണ്. UK റീഡിംഗ് സർവകലാശാലയുടെ പഠനമാണ്. ഇന്ത്യയുമായി ചേർന്നാണ് അവർ ഈ ഒരു പഠനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ പഠനത്തിലാണ് ഇക്കാര്യം ഈ ഒരു സമയത്ത് വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വലിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ തീരദേശ മേഖലയിൽ താമസിക്കുന്ന ആളുകൾ നേരിടേണ്ടി വരുന്നത് എന്നുള്ള കാര്യമാണ് ഈ പഠനത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ഉഷ്ണതരംഗങ്ങളുടെ തീവ്രത എങ്ങനെയാണ് വർദ്ധിക്കുന്നത് എന്ന് ഇനി പരിശോധിക്കാം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഉയർന്ന താപനില തന്നെയാണ്. നമുക്കറിയാം, വലിയ ചൂടാണ്, കടുത്ത വേനൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു താപനില ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത്. പിന്നെ ഈ താപനിലയ്ക്ക് ഉയർന്ന ആർദ്രത കൂടിയാണ്, അതിൻ്റെ ഡെൻസിറ്റിയും ഭയങ്കര കൂടുതലാണ്, വലിയ അളവിലാണ്. അപ്പോൾ വിയർപ്പ് ആവിയാകാനുള്ള തടസ്സം, നമ്മുടെ ശരീരം വിയർത്തിട്ട് അത് ആവിയായിട്ട് പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ശരീരം ഒന്ന് തണുക്കുന്നത്. പക്ഷേ ഈ ഉയർന്ന താപനിലയും ഉയർന്ന ആർദ്രതയും ഉള്ളത് കൊണ്ട് നമ്മുടെ ശരീരം വിയർക്കും, പക്ഷേ അത് ആവിയായി പോകാനുള്ള തടസ്സമുണ്ടാകുന്നു. ശരീരത്തെ തണുപ്പിക്കുന്ന പ്രക്രിയ കാര്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇത് മനുഷ്യനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് വെച്ചാൽ സൂര്യാഘാതം അഥവാ ഹീറ്റ് സ്ട്രോക്ക്, അതാണ് നേരിടുന്നത് മനുഷ്യന്. അത് ഗുരുതര ആരോഗ്യ പ്രശ്നമാണ് എന്നുള്ളതാണ്. നമ്മൾ സൂര്യാഘാതം എന്ന് പറഞ്ഞ് നിസ്സാരമായി തള്ളാൻ പറ്റില്ല. അത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നമാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഓരോന്നോരോന്നായി പരിശോധിക്കാം. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പൊള്ളൽ, ക്ഷീണം, തലകറക്കം, ഛർദി, അസാധാരണ വിയർപ്പ്, കഠിനമായ ദാഹം, മൂത്രത്തിൻ്റെ അളവ് കുറയുക, വേഗത്തിലുള്ള ഹൃദയമിടിപ്പ്, ബോധക്ഷയം, ഇതെല്ലാമാണ് ഈ ഒരു ഹീറ്റ് സ്ട്രോക്കിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. ഇനി നമുക്ക് ഈ ഹീറ്റ് സ്ട്രോക്ക് വന്നാൽ അല്ലെങ്കിൽ വരാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ മുൻകരുതലുകൾ എടുക്കാം എന്നുള്ളത് കൂടി പരിശോധിക്കാം. അഥവാ നമ്മൾ സൂര്യനിൽ കുറച്ച് നേരം കുറേ സമയം ഉച്ചവെയിലത്തൊക്കെ നടക്കുകയോ അല്ലെങ്കിൽ സൂര്യൻ്റെ പ്രകാശം നേരിട്ട് ഏൽക്കുകയോ ഒക്കെ ചെയ്തു നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസ്വസ്ഥത, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ലക്ഷണങ്ങൾ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടത് തണലിലേക്ക് മാറി വിശ്രമിക്കുക എന്നുള്ളതാണ്. വേഗം തന്നെ വീടിനുള്ളിൽ കയറുക, അല്ലെങ്കിൽ മറ്റ് തണൽ മരങ്ങളോ അല്ലെങ്കിൽ സൺഷെയ്ഡിൻ്റെ ഒക്കെ താഴേക്ക് മാറി നിൽക്കുക. പിന്നെ വേഗം തന്നെ ധാരാളം വെള്ളം കുടിക്കുക. കുറച്ച് വെള്ളമൊന്നുമല്ല, ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ കട്ടിയുള്ള വസ്ത്രങ്ങൾ വേണം ഈ ഒരു സമയത്ത് ധരിക്കാനായിട്ട്. മറ്റൊന്ന്, കറുത്ത വസ്ത്രങ്ങൾ ഒഴിവാക്കണം. കട്ടിയുള്ള വസ്ത്രമാണെങ്കിൽ പോലും കറുത്ത അല്ലെങ്കിൽ കറുപ്പ് നിറമുള്ള വസ്ത്രം ഒഴിവാക്കണം എന്നുള്ളതാണ്. തണുത്ത വെള്ളത്തിൽ ദേഹം തുടയ്ക്കുക, അതുപോലെ കാറ്റ് കൊള്ളുക, ഫാനോ AC-യോ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിർബന്ധമായും വെയിൽ കൊള്ളുകയാണെങ്കിൽ ഒരു കുട എടുക്കുക, കുട ചൂടുക എന്നുള്ളതൊക്കെയാണ് ഈ സമയത്ത് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഈ സൂര്യാഘാതം ഒഴിവാക്കാൻ അല്ലെങ്കിൽ തടയാനായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് ഇതെല്ലാമാണ്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനം ഈ ഒരു നിർജ്ജലീകരണം എന്നുള്ളതാണ്. നമ്മളെ ഏറ്റവും ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നം. നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് നിർജ്ജലീകരണം. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ടും ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ധാരാളമായി വെള്ളം കുടിക്കുക. എവിടേക്ക് ഇറങ്ങുകയാണെങ്കിലും ഒരു കുപ്പി വെള്ളം കരുതുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഉപ്പിട്ട കഞ്ഞിവെള്ളം, നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിക്കാം. അതുപോലെ തന്നെ മോര്, നാരങ്ങ വെള്ളം, ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഈ നിർജ്ജലീകരണം പെട്ടെന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സ്, കടകളിൽ കിട്ടുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ഈ ഒരു സമയത്ത് ദാഹം കൂടുമ്പോൾ
കാണുമ്പോൾ അത് കുടിക്കാനുള്ള ഒരു ത്വര നമുക്കുണ്ടാവും. നമ്മൾ അത് വാങ്ങുകയും ചെയ്യും. പക്ഷേ അധികം മധുരം ചേർത്ത സോഫ്റ്റ് ഡ്രിങ്ക്സ് ഈ ഒരു സമയത്ത് ഒഴിവാക്കുക എന്നുള്ള കാര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചൂടിനെ അല്ലെങ്കിൽ ഈ ഉഷ്ണതരംഗത്തെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇത് കൂടി ഇപ്പോൾ സൂര്യാഘാതം ഉണ്ടായി അല്ലെങ്കിൽ സൂര്യാതപമേറ്റ് അത് നമുക്ക് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ഈ റെമഡീസ് ഒന്നും ഒരു പരിഹാരമല്ല. ബുദ്ധിമുട്ടുകൾ തുടർന്നാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ തേടുകയും വേണമെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ചൂട് കൂടുന്ന സമയത്ത് നമുക്കിതെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം. അടുത്തെങ്ങും വേനൽ മഴ ഉണ്ടാകുമോ എന്നുള്ള കാര്യം പോലും നമുക്ക് ഉറപ്പില്ല. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചൂടിനെ പ്രതിരോധിക്കാം.